ഹായ് ഫ്രണ്ട്സ്, ഹംഗ്രി ബേർഡ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ഒരു പുതിയ വിഭവമാണ് മീനില്ലാത്ത മീൻകറി. മൺസൂൺ സമയത്ത് നമുക്കറിയാം ട്രോളിംഗ് നിരോധനം ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് മീനിൻ്റെ ലഭ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വെജിറ്റേറിയൻ വിഭവമാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ചേരുവകൾ എന്ന് നമുക്ക് നോക്കാം. 3 നല്ല പഴുത്ത തക്കാളി, 5 ചുവന്നുള്ളി, 1 മുരിങ്ങയ്ക്ക കഷ്ണങ്ങളാക്കിയത്, 3 പച്ചമുളക് നെടുകെ കീറിയത്, 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1 തണ്ട് കറിവേപ്പില. അരയ്ക്കുന്നതിനാവശ്യമായ പൊടികൾ: 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൺചട്ടിയാണ്. എന്തുകൊണ്ടെന്നാൽ ടൊമാറ്റോയുടെ പുളിരസം മറ്റ് മെറ്റൽ പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഇൻട്രാക്ട് ചെയ്യുകയും അതിൻ്റെ സ്വാദിന് വ്യത്യാസം വരികയും ചെയ്യും. നമ്മൾ ചിലപ്പോൾ അറിയില്ല. പക്ഷേ എന്നാലും സ്വാദേറിയ ഒരു വിഭവമാണിത് എന്നുള്ളതിരിക്കെ അതിന് ഏറ്റവും യോജിച്ച ഒരു പാത്രമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിനെ ഗ്യാസിൽ വെച്ച് കത്തിക്കാം. ചട്ടിയിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ നുറുക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും കൂടെ ചേർക്കാം. ഒരൽപ്പം വെള്ളവും കൂടെ ചേർക്കാം. ഇതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. 15 മിനിറ്റോളം നമുക്ക് വേവിക്കേണ്ടതുണ്ടെങ്കിലും ടൊമാറ്റോ ആയതുകൊണ്ട് ഇതൊരു 5-6 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് വേവ് പാകമാണെങ്കിൽ അരപ്പ് ചേർക്കാവുന്നതാണ്. ഏകദേശം 6 മിനിറ്റോളം തക്കാളി വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടപ്പ് മാറ്റി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർക്കാവുന്നതാണ്. ഇത് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന്. 1/2 കപ്പ് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, കറിവേപ്പില, ചുവന്നുള്ളി. നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതിനെ തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം. ഇത് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് പച്ചമുളക് ചേർത്താൽ മതി. അപ്പോൾ പച്ചമുളകിൻ്റെ ആ പച്ചമണം മാറാതെ അതിൻ്റെ ആ ഫ്ലേവർ അതിൽ കിട്ടും. അതിനുശേഷം വാങ്ങി വച്ചതിന് ശേഷം മാത്രം നമുക്ക് ഉലുവാപ്പൊടി ചേർത്താൽ മതി. ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം തിളയ്ക്കാൻ അനുവദിക്കുക. കറിയിൽ ഞാനിപ്പം ടൊമാറ്റോ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പുളിയും എരിവും ആവശ്യം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് ഒരല്പം മുളക് പൊടി കൂടെ ചേർക്കാം. അതുപോലെ പുളിയായിട്ട് മാങ്ങയോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ അരയ്ക്കുന്ന പുളിയോ ഇതിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ടൊമാറ്റോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇനി തീ കുറച്ച് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നുറുക്കി വച്ചിരിക്കുന്ന പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം നമ്മുടെ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈ കറി ഈ ചട്ടിയുടെ ചൂടിലിരുന്നാണ് വേകേണ്ടത്. ഒരല്പം 1 തണ്ട് കറിവേപ്പില എടുത്ത് നമുക്ക് കൈകൾ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുക. അപ്പം ഇതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റായിട്ട് ഇളകി ഇറങ്ങും. ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കുക.
ഇത് 5 മിനിറ്റ് എന്തിനാണ് അടച്ചു വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ചട്ടിയിലിരുന്ന് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ മുഴുവനും അതിലേക്ക് ഇറങ്ങും. തീയിലിരുന്ന് തിളയ്ക്കുന്നതിനേക്കാളും കൂടുതൽ സ്വാദ് ചട്ടിയിലിരുന്ന് തിളയ്ക്കുമ്പോൾ ഉണ്ടാകും. തീയിലിരുന്ന് തിളയ്ക്കുമ്പോൾ ഇത് കൂടുതൽ തിളച്ചു പോവുകയും അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരികയും ചെയ്യും. അത് ഈ കറിക്ക് ചേർന്ന ഒരു ചേരുവയല്ല. ഇത് അടച്ചു വയ്ക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മൾ അതിൽ കറിവേപ്പില ക്രഷ് ചെയ്ത് ഇട്ടല്ലോ, ആ കറിവേപ്പിലയുടെ ഫ്ലേവർ മുഴുവനും ആവിയിൽ കൂടെ അതിലേക്ക് തന്നെ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അടച്ചു വച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നല്ലോണം ആ കറിവേപ്പിലയും വാടിയിട്ടുണ്ട്. അതിൻ്റെ ആ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഉലുവയുടെയും ടൊമാറ്റോയുടെയും മുരിങ്ങയ്ക്കയുടെയും ഒക്കെ ഒരു മണം. നല്ല ഒരു ഉശിരൻ മീനില്ലാത്ത മീൻ കറി. ഇത് നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. മീനില്ലാത്ത ഈ മീൻ കറി നമുക്ക് ചോറിനോടൊപ്പം, ചപ്പാത്തിയോടൊപ്പം, ഗോതമ്പ് ദോശയോടൊപ്പം, അതുപോലെ ഇഡ്ഡലിയോടൊപ്പം ഉപയോഗിക്കാവുന്നതാണ്. ഈ സ്വാദേറിയ ഡിഷ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവയും താഴെ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ വിഭവങ്ങളുമായി നമുക്ക് ഹംഗ്രി ബേർഡ്സിൽ കാണാം.